ഹായ്. മിഡ് ക്യാപ് ഡോക്ടറുടെ നമ്മുടെ പുതിയ ഒരു ആ, പരമ്പരയിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെയധികം ആൾക്കാരുടെ ആവശ്യപ്രകാരം സിമ്പിളായി സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്നും നിരന്തരമായി പലരുടെയും ആ, ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ കടന്നു വന്നത്. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ധാരാളം വീഡിയോസുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ പിന്നെ വീഡിയോ ആണ് നമ്മുടെ ഷാരുഖ് ഷംസുദ്ദീൻ്റെ. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാണ് ഞാനും ഇത് പഠിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പം ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ആൾക്കാർക്ക് ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മുടെ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലായാലും ഇത്രയധികം അങ്ങോട്ട് പടർന്ന് പന്തലിച്ചത് ഈ കൊറോണയ്ക്ക് ശേഷമാണ്. അപ്പം എന്തുകൊണ്ട് ഈ ഒരു അവയർനെസ് നമ്മുടെ കുട്ടികളിലും വളർത്തിയെടുത്തുകൂടാ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പം കുഞ്ഞുങ്ങൾ കൂടെ പഠിക്കത്തക്ക രീതിയിൽ അവർക്കൂടെ കേട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ അവർ നമ്മളൊക്കെ ഇത് ഇപ്പോഴാണ് കേട്ട് തുടങ്ങിയതില്ലേ. പക്ഷെങ്കിൽ ഇത് ചെറുപ്പകാലത്തിലെ തന്നെ ബാല്യകാലത്തിലെ തന്നെ ഇത് കുറച്ച് ഇതിനെക്കുറിച്ചൊരു അപഗ്രഥനം ഒരു 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 അവയർനെസ് നമ്മൾ കുഞ്ഞുങ്ങളിലൂടെ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ ഭാവിയിൽ അവർക്ക് ഒത്തിരി ഗുണം ചെയ്യും. ഞാനൊക്കെ ഇപ്പോൾ ആലോചിക്കുകയും ഇതൊക്കെ നേരത്തെ എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സുഖമായിട്ട് നമുക്കിത് പോകാം. പക്ഷേ നമുക്ക് ABC അറിയാൻ നമ്മളതിന് ചാടിയത്, പിന്നെ കാശ് കളഞ്ഞ് പഠിച്ച് അപ്പോഴത്തെ നമ്മൾ ലേറ്റ് ആയിപ്പോയി. ബട്ട് ഈ ഒരു അവയർനെസ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടി വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെൽത്ത് ക്രിയേഷൻ അവർക്ക് അവരുടെ മനസ്സിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വെൽത്ത് ക്രിയേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് അത്യാവശ്യം ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതൊരു എഡ്യൂക്കേഷൻ കൂടെ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ കൂടെ കണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. കുറേ അധ്വാനമുണ്ട്, കുറേ തപ്പി, കുറേ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ തപ്പി വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം എന്തെങ്കിലും എവിടെ അപാകതം വന്നു കഴിഞ്ഞാൽ ഭൂതക്കണ്ണാടിയായിട്ട് നമുക്ക് ചുറ്റും ആൾക്കാർ ഇരിപ്പുണ്ട്, മനസ്സിലായി. അപ്പോൾ തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൊങ്കാലയ്ക്ക് ഇടവരും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. കുറേ നാളുകൾ പിടിക്കും ഇത് ഫുള്ളി എപ്പിസോഡ് തീരണം. എന്ന് വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഫസ്റ്റ് എപ്പിസോഡാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ അപ്പോൾ ഇതിൻ്റെ റെസ്പോണ്ട് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വേണം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ. എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എപ്പിസോഡ് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിതൊരു കംപ്ലീറ്റ് ഒരു സ്റ്റഡിയാണ്. വളരെ ശാന്തമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ, കുഞ്ഞുങ്ങൾക്കായാലും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാനിത് നിങ്ങളോട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെ ഷെയർ മാർക്കറ്റ് അല്ലേ, നമ്മളെല്ലാവരും എല്ലായിടും കേട്ടിട്ടുണ്ട്. ഒത്തിരി ഇങ്ങനെ ന്യൂസിലും സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷെയർ മാർക്കറ്റ് പൊട്ടി, ഇത്ര ലക്ഷം കോടി ജനങ്ങൾക്ക് നഷ്ടം വന്നു, ഇത്ര ലക്ഷം കോടി രൂപ ഇന്ന് കിട്ടി ഒക്കെ നമ്മൾ വായിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ സംഭവം, എന്താണ് അടിസ്ഥാനം? ഈ കോടികളുടെ ലക്ഷം കോടികളുടെയൊക്കെ കണക്ക് പറയുന്നു. ഇതെന്താണ്, എങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇങ്ങനെ പറയുന്നു, ഒരു ദിവസം പൊട്ടി താഴെ വീഴുന്നു പറയുന്നു, 100 കോടി ആൾക്കാർക്ക് പോയെന്ന് പറയുന്നു, ലക്ഷം കോടി പോയെന്ന് പറയുന്നു, ലക്ഷം കോടി കിട്ടിയെന്ന് പറയുന്നു. ഇതെന്താണ് സംഭവം എന്ന് സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഇന്ത്യയിൽ 2 പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഒന്ന് BSE, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക. ഓക്കെ, രണ്ടാമത്തേത് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാചീന കാലത്തെ, പണ്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഉടലെടുത്ത ഒരു സംഭവമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏകദേശം 1875 ഇത് ഇന്ത്യയിൽ സ്ഥാപിതമായത്. 1875 ആലോചിച്ച് നോക്കിക്കും. അപ്പം ഏകദേശം 125 എത്രയായി, 150 വർഷം മുന്നേ, 150 വർഷം മുമ്പേ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അതൊരു പുതിയ അറിവല്ലേ. 150 വർഷത്തിന് മുമ്പേ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മളറിയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 4-5 കൊറോണയ്ക്ക് ശേഷം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയാൻ തുടങ്ങി. പക്ഷേ ഈ 150 വർഷം മുമ്പ് ഈ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഓക്കെ, രണ്ടാമത്തെ എക്സ്ചേഞ്ചാണ് NSE, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് അത് 1992 ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും 93 അതിന് അപ്രൂവൽ കൊടുത്തു. 94 ആക്ച്വലി 1994 ഇതൊരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിയത്. അതായത് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ, വാങ്ങലും വിൽക്കലും ആരംഭിച്ചത് 1994 NSE. അപ്പോൾ അങ്ങനെ 2 എക്സ്ചേഞ്ചുകളാണ്
നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ രണ്ട് എക്സ്ചേഞ്ചുകൾ. ഓക്കെ, അപ്പോൾ ഈ എക്സ്ചേഞ്ചുകളെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. അത് സെബി എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റിയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു അധികാര സ്ഥാപനം. സെബി, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതാണ് സെബിയുടെ അബ്രീവിയേഷൻ, ഫുൾ ഫോം. ഓക്കെ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. ഇവരാണ് ഈ എക്സ്ചേഞ്ചുകളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന ക്രയവിക്രയങ്ങളെ, അല്ലെങ്കിൽ ബൈയിങ്ങിനെയും സെല്ലിങ്ങിനെയും അവിടെ എന്തൊക്കെ നടക്കും എന്നുള്ളത് സൂക്ഷ്മമായി നിരീക്ഷിച്ച് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടക്കുകയാണെങ്കിൽ തടയിടുക എന്നുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ മേൽ അധികാരമുള്ളൊരു എൻറ്റിറ്റിയാണ് ആര്? സെബി. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ പറഞ്ഞ്. അപ്പോൾ രണ്ട് എക്സ്ചേഞ്ച് ഉണ്ട്. ഒന്ന് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. രണ്ടാമത്തേത് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവയെ രണ്ടുപേരെയും നിയന്ത്രിക്കുന്നത് ആരാണ്? സെബിയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇല്ലേ? ഇനി അടുത്തത് ഇനി നമ്മൾ എന്താണ് ഇതിനകത്തിലെ റോൾ? ഓക്കെ, നമുക്കെങ്ങനെ ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നു, ഷെയറുകൾ വിൽക്കുന്നു പറയുന്നു, വാങ്ങുന്നു പറയുന്നു, എന്താണ് ഈ സംഭവം എന്നാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഷെയർ മാർക്കറ്റിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഷെയർ മാർക്കറ്റിൽ പ്രവേശിക്കാം, അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഷെയർ മാർക്കറ്റിൽ നമുക്ക് എങ്ങനെയാണ് പ്രവേശിക്കാൻ പറ്റുന്നത്? ഷെയർ മാർക്കറ്റിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഷെയർ മാർക്കറ്റിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഒരു ബ്രോക്കറുടെ സഹായം വേണം. നമുക്കൊരു മീഡിയേറ്റർ വേണം. അതായത് എക്സ്ചേഞ്ചിനും നമ്മൾക്കും ഇടയിൽ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യം ഉണ്ട്. അതാണ് ബ്രോക്കർമാർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന പോലെ പിന്നെ സെറോദ ആയാലും ഏഞ്ചൽ മൺ ആയാലും ധൻ ആയാലും അങ്ങനെ ഇഷ്ടംപോലെ എക്സ്ചേഞ്ചുകളുണ്ട്, സ്റ്റോക്ക് ബ്രോക്കർമാരുണ്ട്. അപ്പോൾ ഇവർ ഈ നമുക്കിടയിൽ, അതായത് ഷെയർ വാങ്ങിക്കുന്നവരുടെയും വിൽക്കുന്നവരുടെയും എക്സ്ചേഞ്ചിനും മധ്യത്തിൽ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന, അവരുടെ നിന്ന് വാങ്ങിച്ച് നമ്മുടെ നിന്ന് വാങ്ങിച്ച് വേറൊരാൾക്ക് കൊടുക്കാൻ സഹായിക്കുന്നു. ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു ട്രേഡിങ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം. ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, ആ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ തുടങ്ങുന്നത് ഒരു ബ്രോക്കറിൻ്റെ കീഴിലായിരിക്കും. നമ്മൾ എപ്പോഴും ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങുന്നത്. ആ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെയാണ് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഷെയറുകൾ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ആ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ. അപ്പോൾ തന്നെ നമുക്ക് ഈ വാങ്ങുന്നതും വിൽക്കുന്ന ഷെയറുകൾ സൂക്ഷിച്ചു വെക്കാനൊരു സ്ഥലം വേണം, ഇല്ലേ? അതിനാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഡിമാറ്റ് അക്കൗണ്ട്. അപ്പം ഒരാൾ ഷെയർ മാർക്കറ്റിൽ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് അക്കൗണ്ട് വേണം. ഒന്നൊരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം, രണ്ടാമതൊരു ഡിമാറ്റ് അക്കൗണ്ട്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ്? നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനുള്ള ഒരു ചാനൽ, അത് മാത്രമേ ഉള്ളൂ. പൈസ നമ്മൾ അവിടെ ഇടുന്നു, നമ്മൾ പൈസ ബാങ്കിൽ നിന്ന് വലിച്ച് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇടുന്നു. അവിടുന്ന് നമ്മൾ അവിടെയുള്ള പൈസയ്ക്കനുസരിച്ച് നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുമ്പം ആ പൈസ തിരിച്ച് ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ വരികയും ചെയ്യും. അങ്ങനെ ക്രയവിക്രയം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ എന്തിനാണ് ഡിമാറ്റ് അക്കൗണ്ട്? ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് അത് ബ്രോക്കറുടെ കീഴിലല്ല. ഡിമാറ്റ് അക്കൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ഡിമാറ്റ് അക്കൗണ്ട് ആദ്യം എന്തിനാണെന്ന് മനസ്സിലാക്കാം. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഷെയറുകൾ അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. സൂക്ഷിച്ച് വെക്കേണ്ട ഈ സാധനം. നേരത്തെയൊക്കെ നമ്മൾ ഒരു ഷെയർ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ഒരു മാസം കഴിയുമ്പോൾ പോസ്റ്റിൽ നമുക്ക് ഈ ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ വരും. ഇപ്പം അതങ്ങനെ ഇല്ല. ഓക്കെ, അതിപ്പം ഈ ഡിമാറ്റ് രൂപത്തിൽ, അതായത് ഡിമെറ്റീരിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയും ഡിമാറ്റ് അക്കൗണ്ടിന്. ഓക്കെ, ഡിമെറ്റീരിയലൈസ് ചെയ്താണ് അത് സൂക്ഷിക്കുന്നത്. അതായത് അതൊരു ഇലക്ട്രോണിക് രീതിയിലാണ്, അല്ല ഇലക്ട്രോണിക്കിൻ്റെ ഫോർമാറ്റിലാണ്, ഒരു ഡിജിറ്റൽ രൂപത്തിലാണ് നിലവിൽ ഇപ്പോൾ നമുക്കുള്ള ഷെയറിൻ്റെ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, ഇത് സൂക്ഷിക്കാൻ വേണ്ടി സെബി 2 എൻറ്റിറ്റികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് CDSL, 2 NSDL. ഓക്കെ, ഈ 2 എൻറ്റിറ്റികളാണ് നമുക്ക് 2 ഡെപ്പോസിറ്ററികളുള്ളത്. ഈ ഡെപ്പോസിറ്ററികൾ എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ എന്ത് സംഭവം? അങ്ങനെ ഒരു സംഭവത്തിനിടെ ആ ഒരു സാധനം പറന്നുപോയി, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് 2 എൻറ്റിറ്റികളാണുള്ള ഡെപ്പോസിറ്ററീസ് ആയിട്ട് നമ്മുടെ ഈ പറയുന്ന ഷെയറുകളൊക്കെ സൂക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ ഒരു എന്താ പറയുന്നത്, ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഈ ഡെപ്പോസിറ്ററീസ്. അത് CDSL-ഉം NSDL-ഉം 2 എൻറ്റിറ്റികളാണ് ഉള്ളത്. ഒന്ന് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡും 2 NSDL എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡും. മനസ്സിലായി പറഞ്ഞേ? CDSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡും NSDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നാഷണൽ സർവീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. ഈ 2 സ്ഥാപനങ്ങളാണ്. ഏതിന് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓരോരുത്തർ ചില ബ്രോക്കർമാർ NSDL ചൂസ് ചെയ്യും, ചില ബ്രോക്കർമാർ CDSL ചൂസ് ചെയ്യും, ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കുന്ന ഷെയറുകൾ സൂക്ഷിച്ച് വെക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഡെപ്പോസിറ്ററീസ്, അതായത് CDSL NSDL ആണ്. ഡിജിറ്റൽ ഫോർമാറ്റിൽ ഈ സംഭവം അവിടെ സൂക്ഷിച്ച് വെക്കുന്നു. അപ്പോൾ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഇലക്ട്രോണിക്കലി നമുക്ക് വിഡ്രോ ചെയ്യാം, വിൽക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കുവാണെങ്കിൽ തിരിച്ച് അവിടെ തന്നെ അത് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാം. അതായത് അത് ജസ്റ്റ് ഒരു കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറയും, അതിനൊരു ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഡിമാറ്റ് അക്കൗണ്ട് ഷോർട്ട് ഫോർ എ ഡീമെറ്റീരിയലൈസേഷൻ, ഓക്കെ, ഈസ് എ ഡിജിറ്റൽ വോൾട്ട് ഓഫ് യുവർ ഷെയർ അല്ലെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. മനസ്സിലായി പറഞ്ഞേ? നമുക്ക് കിട്ടുന്ന ആ ഷെയറിൻ്റെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റ്. ആ ഡിജിറ്റൽ ഫോർമാറ്റാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ കൊടുക്കുന്ന ആ ഷെയറുകൾ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്ഥലം. ഓക്കെ, അതിനാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്, അത് 2 എൻറ്റിറ്റികളാണ് അവിടെ ഉള്ളത്. ഒന്ന് CDSലും ഒന്ന് NSDലും. അത് നേരത്തെ നമുക്ക് ഇപ്പോൾ പേപ്പർലെസ്, അത്ര മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നമ്മളെന്താ പഠിക്കാൻ പോകുന്നത്? ഇനി എങ്ങനെയാണ് ഈ ഷെയറുകൾ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നു, സ്റ്റോക്കുകൾ വിൽക്കുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ സെറ്റ് ഓഫ് എക്സ്ചേഞ്ച് വെയർ കമ്പനീസ് ഇഷ്യൂ ഷെയർസ് ആൻഡ് അതർ സെക്യൂരിറ്റി ട്രേഡിങ്സ് നമുക്ക് വിട്ടേരാം. നമുക്കിപ്പോൾ ഷെയറിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഷെയറുകൾ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ചുകൾ വഴി നമ്മൾ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന സംഭവം, ഇല്ലേ? സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന സംഭവം എക്സ്ചേഞ്ചുകൾ വഴി നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ വിൽക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങിക്കുന്നു. ഇതാണ് ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന സംഭവം. ഓക്കെ, ഇനി ഈ സ്റ്റോക്കുകൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എന്താണ് സംഭവം, അല്ലെ എന്താണ് ഷെയർ, അല്ലെ എന്താണ് ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നാണ് അതാണ് ഇതിൻ്റെ കാതലായ സംഭവം. ഓക്കെ, എല്ലാവരും പറയുന്നു ഷെയർ, സ്റ്റോക്ക് ഇടിയുന്നു, സ്റ്റോക്ക് കയറുന്നു, സ്റ്റോക്ക് പൊട്ടുന്നു എന്നൊക്കെ പറയുന്നു. ഓക്കെ, പക്ഷേ എന്താണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെന്താണ് സ്റ്റോക്ക്, ഇതുകൊണ്ട് എന്തുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എനിക്കൊരു കമ്പനിയുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, എനിക്ക് ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ 1 കോടി രൂപ മൂല്യമുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചു. 1 കോടി രൂപ മൂല്യമുള്ള ഒരു കമ്പനിയാണ് എനിക്കുള്ളത്. ഓക്കെ, ഞാൻ ആ കമ്പനി നടത്തിക്കൊണ്ട് പോകാം. അപ്പം കമ്പനി നടത്തി ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നുക നമ്മുടെ കമ്പനിക്ക് വളർച്ചാ സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നൊരു കമ്പനി എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കമ്പനി ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ഇപ്പം ഒരു ചെരുപ്പ് ഉണ്ടാക്കുന്ന കമ്പനി നിങ്ങളങ്ങ് വിചാരിച്ചു. ചെരുപ്പുണ്ടാക്കും, വെറൈറ്റി ഓഫ് ചെരുപ്പുകൾ ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ 1 കോടി രൂപ ഞാൻ മുതൽ മുടക്കി മെഷീനറിയൊക്കെ മേടിച്ച് ഞാൻ ഈ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ചെരുപ്പിന് മാർക്കറ്റിൽ ഭയങ്കര പിടിച്ചു പറിയാണ്. ഓക്കെ, നല്ലപോലെ ചിലവാകുന്നുണ്ട്, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു, ആൾക്കാർക്ക് അത് ധരിക്കാൻ വളരെ കംഫർട്ടാണ്. അപ്പോൾ അങ്ങനെയായപ്പോൾ ഈ നമ്മുടെ ഈ ചെരുപ്പിന് ഭയങ്കര പ്രശസ്തി വർദ്ധിച്ചു. അപ്പം ആൾക്കാർ ചെരുപ്പിന് ഭയങ്കര അപ്പം നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഈ നമ്മുടെ കമ്പനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, കുറച്ചുകൂടെ മെഷീനറി മേടിക്കുന്നു. അപ്പോൾ ആവശ്യക്കാർ കൂടുതലായി, നമ്മുടെ ചെരുപ്പിന് ആവശ്യക്കാർ കൂടുതലായി, ഇല്ലേ? അപ്പോൾ പല കമ്പനികൾ പല ഷോപ്പുകൾ ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് സാധനം സപ്ലൈ ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ സാധനത്തിന് ഷോർട്ടേജ് വന്നു. അപ്പം എനിക്ക് തോന്നി അപ്പോൾ കൊള്ളാം, എൻ്റെ കമ്പനിയിലുള്ള സാധനത്തിന് എൻ്റെ ചെരുപ്പിന് നല്ല മാർക്കറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ എൻ്റെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ പോകും. പക്ഷേ എന്താ പ്രശ്നം? എൻ്റെ കയ്യിൽ പൈസയില്ല. അതാണ് പ്രശ്നം. എൻ്റെ കയ്യിൽ പൈസയില്ല. എൻ്റെ കമ്പനിക്ക് വളർച്ചാ സാധ്യത ഭയങ്കര കൂടുതലാണ്, പക്ഷേ എനിക്ക് മുടക്കാൻ പൈസയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ വിചാരിക്കുക, ഓക്കെ, ഒരു കാര്യം എൻ്റെ കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഞാൻ ഒരു 1 ലക്ഷം ഷെയറുകളായിട്ട് ഞാൻ അതിനെ വിഭാഗിക്കാൻ പോകും. അല്ലെ എൻ്റെ കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഞാൻ കുറച്ച് ആർക്കെങ്കിലും വിൽക്കാൻ തീരുമാനിച്ചു, വിറ്റിട്ട് കാശ് മേടിക്കുന്നത്. മനസ്സിലായി പറഞ്ഞ്? 1 കോടി രൂപ ആസ്തിയുള്ള എൻ്റെ കമ്പനി, അതിൽ ഒരു 50 ലക്ഷം രൂപയുടെ ഓണർഷിപ്പ്, അല്ലെ ഇതിൻ്റെ ഒരു പകുതി അവകാശം
ഓക്കെ, ഞാൻ വേറൊരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അവൻ എനിക്ക് 50 ലക്ഷം രൂപ തരും. ഓക്കെ, ഞാൻ 50 ലക്ഷം രൂപ മൂല്യമുള്ള എൻ്റെ കമ്പനിയുടെ ഓണർഷിപ്പിന് എൻ്റെ അവകാശം ഞാൻ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അവൻ എനിക്ക് 50 ലക്ഷം രൂപ തരും. ഓക്കെ, ആ 50 ലക്ഷം രൂപയായിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും എൻ്റെ കമ്പനി ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യും. അല്ലെങ്കിൽ കുറേ മെഷീനറികൾ മേടിക്കുന്നു, കുറേ ബിൽഡിങ്ങുകൾ പണിയുന്നു, അവിടെ വീണ്ടും ഞാൻ മെഷീനറി ഇറക്കി വീണ്ടും ചെരുപ്പ് ഉണ്ടാക്കുന്നു. അപ്പോൾ ചെരുപ്പിന് വീണ്ടും കച്ചവടം വർദ്ധിക്കുന്നു. അങ്ങനെ എനിക്ക് ഭാവിയിൽ എൻ്റെ കമ്പനി വീണ്ടും വീണ്ടും വളരും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിന് പുറത്ത് ഞാൻ എൻ്റെ കമ്പനിയുടെ ഷെയറുകൾ വേറൊരാൾക്ക് വിൽക്കുന്നു. അതിന് പകരം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അപ്പോൾ എൻ്റെ കമ്പനിയുടെ പേപ്പറും ഡോക്യുമെൻ്റൊക്കെ ആയിട്ട് നേരെ സെബിയിൽ എടുക്കാൻ പോകുന്നു. സെബി എടുക്കാൻ പോയിട്ട് പറഞ്ഞു എൻ്റെ കമ്പനിയുടെ ആസ്തി ഇത്. അപ്പം അതിനെല്ലാം പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എൻ്റെ കമ്പനിയുടെ ആസ്തി ഇത്രയാണ്, എനിക്ക് ഇത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് എന്നിട്ട് പണം സ്വരൂപിക്കണം. എനിക്ക് പണം സ്വരൂപിച്ചെങ്കിലേ എൻ്റെ കമ്പനി ഒന്നുകൂടെ വികസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് എൻ്റെ ആവശ്യം. ഞാൻ അങ്ങനെ സെബി എടുക്കുന്നു. സെബി എൻ്റെ പേപ്പറെല്ലാം പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു ഓക്കെ, ഇത് ഇത്ര കമ്പനിക്ക് 1 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഓക്കെ, ഈ കമ്പനിയുടെ 1 കോടി രൂപ ആസ്തിയുള്ള ഈ കമ്പനിയെ ഞാൻ 1 ലക്ഷം ഷെയർ, ഈ തത്തുല്യമായ 1 ലക്ഷം പീസുകളാക്കുന്നു, അല്ലെ 1 ലക്ഷം ഷെയറുകളാക്കുന്നു. ഓക്കെ, 1 കോടി രൂപ വിലയുള്ള ഈ കമ്പനിയെ ഞാൻ 1 ലക്ഷം എണ്ണമുള്ള തുല്യ വിഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നു. എന്നിട്ട് ഞാനിത് ഓരോരുത്തർക്കും കുറേശ്ശെ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം 1 ലക്ഷം എണ്ണമായിട്ട് ഞാൻ എൻ്റെ കമ്പനിയുടെ മൂല്യത്തെ അല്ലെങ്കിൽ ഓണർഷിപ്പിനെ ഞാൻ 1 ലക്ഷം തുല്യ ഭാഗങ്ങളായി വിഭാഗിക്കുന്നു. 1 ലക്ഷം തുല്യ ഭാഗങ്ങൾ. അപ്പോൾ ഒരു ഷെയറിന് 100 രൂപ. ഓക്കെ, 1 ലക്ഷം ഷെയർ ഇൻറ്റു 100 സമം എത്രയാണ്? 1 കോടി രൂപ. അപ്പം ഒരു ഷെയറിൻ്റെ വില 100 രൂപ. അങ്ങനെ 100 രൂപ വിലയുള്ള 1 ലക്ഷം ഷെയർ ഒക്കെ ഞാൻ ഇതിനെ വിഭാഗിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അപ്പോൾ സെബി പറഞ്ഞ് സമ്മതിച്ചു. ഓക്കെ, അങ്ങനെ ലിസ്റ്റ് ചെയ്യാം. ഇതിനാണ് പറയുന്നത് IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫർ. നമ്മൾ IPO എന്ന് കേട്ടിട്ടില്ലേ? ഇതിനാണ് പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫർ. അതായത് എൻ്റെ കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഞാൻ വിൽക്കാൻ തയ്യാറാണ്, ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം എന്ന് ഞാൻ വിൽപ്പനയ്ക്ക് വെക്കുന്നു. ഇതാണ് ചുരുക്കം പറഞ്ഞാൽ, ഞാൻ എൻ്റെ കമ്പനിയുടെ അവകാശം വിൽപ്പനയ്ക്ക് വെക്കുന്നു, ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ലക്ഷം രൂപയുടെ 1 കോടി രൂപയുടെ സാധനം 1 ലക്ഷത്തെ തുല്യ വിഭാഗങ്ങളായിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഈ 1 ലക്ഷം രൂപയെ നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. 1 ലക്ഷം ഷെയർ നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എനിക്കൊന്നുമില്ല, ഇല്ലേ? എൻ്റെയും കൂടാണ് ഈ സാധനം. അപ്പോൾ ഞാൻ വിചാരിക്കുക, ഈ സാധനത്തിന് 50% മാത്രമേ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, 50% ഞാൻ സൂക്ഷിക്കും. 50% എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം. എനിക്കൊരു പിടി വേണ്ടേ? അപ്പോൾ 50% ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെക്കും. ബാക്കി 50% ഞാൻ നാട്ടുകാർക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ 50 ലക്ഷം രൂപ അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ബാക്കി 50 ലക്ഷം രൂപയ്ക്കുള്ള സാധനം ഞാൻ പുറത്ത് വിൽക്കും. അപ്പോൾ എനിക്ക് 50 ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടും. ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കമ്പനി വീണ്ടും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും ഔട്ട്പുട്ട് കൂടും. അപ്പോൾ ഞാൻ സാധനം വിൽക്കും, എനിക്ക് വരുമാനം കൂടും. അപ്പോൾ എൻ്റെ കമ്പനി വികസിക്കും. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഷെയറുകൾ ഉത്ഭവിക്കുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞു? അപ്പോൾ എൻ്റെ കയ്യിലുള്ള 1 കോടി രൂപ ആസ്തിയുള്ള സാധനം ഞാൻ 100 രൂപയുടെ 1 ലക്ഷം ഷെയറുകളാക്കി അതിനെ വിഭാഗിക്കുന്നു. അതിൽ എനിക്ക് അത്രയും കൊടുക്കാൻ താല്പര്യമില്ല. അതിൻ്റെ പകുതി ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നു. 50 ലക്ഷം, 1 ലക്ഷത്തിന് 50,000 ഷെയറുകൾ ഞാൻ സൂക്ഷിക്കുന്നു. ബാക്കി 50,000 ഞാൻ മാർക്കറ്റിൽ പുറത്ത് നാട്ടുകാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പം ഇനി ഇത് ആരൊക്കെ വാങ്ങിക്കും, ആരൊക്കെ ഇതിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മളതിനെ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം ആരൊക്കെയാണ് ഇത് മേടിക്കാൻ പോകുന്നത്? ഈ 50% ഷെയർ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചേക്കുകയാണ്. ഓക്കെ, ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. എന്താണ് പ്രൊമോട്ടേഴ്സ്? പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഉടമസ്ഥർ തന്നെയാണ്. പക്ഷെങ്കിൽ ആ ലാർജ് ഷെയർ, അതായത് അതിൻ്റെ 50%, 50% ഓക്കെ ഷെയറുകൾ കയ്യിൽ വെച്ചിരിക്കുന്ന ആ ആളുടെ പേരാണ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, മാക്സിമം ഇപ്പോൾ ഇങ്ങനെയുള്ള ഇനിഷ്യൽ പബ്ലിക് ഓഫറിൽ വരുമ്പോൾ മാക്സിമം ഒരു കമ്പനി ഓണറിന് അല്ലെ പ്രൊമോട്ടർക്ക് കയ്യിൽ സൂക്ഷിക്കാവുന്ന ഷെയറുകളുടെ എണ്ണം 75%. മാക്സിമം 75% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു IPO, ഒരു ലിസ്റ്റ് ചെയ്ത കമ്പനി സെബിയിൽ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പിന്നെ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുടെ ഷെയർ 75% മാത്രമേ ഒരു പ്രൊമോട്ടറിന് കൈവെക്കാൻ പാടുള്ളൂ. 70%, ബാക്കി 20% പബ്ലിക്കിന് കൊടുക്കണം എന്നാണ് നിയമം. ഓക്കെ, അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം എനിക്ക് 70% വേണ്ട, കാരണം എനിക്ക് 50 ലക്ഷം രൂപ വേണം, അല്ലേ? അതുകൊണ്ട് ഞാൻ 50% മാത്രമേ ഞാൻ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, കമ്പനി ഓണർ തന്നെ 50% ഹോൾഡ് ചെയ്യുന്നു. അവർക്ക് പറയുന്ന പേരാണ് പ്രൊമോട്ടർ. ആരാണ്? പ്രൊമോട്ടർ.
ഓക്കെ, അപ്പോൾ കമ്പനിയുടെ 50% ഷെയർ ഹോൾഡ് ചെയ്യാം. 50%, 60%, 70%, എത്ര ശതമാനം, ചില 30%, 30%. അവരവർ ഇഷ്ടപ്രകാരം ആ കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഓണറിനെ പറയുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞേ. പിന്നെ വേറെ അടുത്തൊരു വിഭാഗമുണ്ട് FIAs. നമ്മൾ കേട്ടിട്ടില്ലേ, പത്രത്തിൽ കണ്ടുപിടിച്ചില്ലേ FIAs, DAs എന്ന്. FIAs എന്ന് വെച്ചാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് വിദേശ നിക്ഷേപകർ. വിദേശ നിക്ഷേപകർക്ക് ഇത് വാങ്ങിക്കാം. ഓക്കെ, വിദേശ നിക്ഷേപകർ ഇങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏതൊക്കെ കമ്പനി, നല്ല കമ്പനികളുണ്ട്, അവരുടെ ഷെയറുകൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി നോക്കി. അപ്പം ഈ FIAs നോക്കിക്കഴിഞ്ഞപ്പം ഈ കമ്പനിക്ക് വളർച്ചാ സാധ്യതയുണ്ട്. ഓക്കെ, 1-2 കൊല്ലം കഴിയുമ്പോൾ ഈ കമ്പനിക്ക് ഭയങ്കരമായിട്ട് വളർച്ചാ സാധ്യതയുള്ള കമ്പനിയാണ് എന്നുള്ള ധാരണയിൽ ഓക്കെ ഇവർ എന്ത് ചെയ്യാൻ പറ്റും, ഇവരും ഈ ഷെയറുകൾ കുറച്ച് വാങ്ങിക്കും. 10%, 15% ഇവർ FIAസും വാങ്ങിക്കും. അല്ലെങ്കിൽ 10% FIAs വാങ്ങിച്ചെന്ന് വിചാരിച്ചു, 10%. അപ്പം 50% ഓൾറെഡി പ്രൊമോട്ടറിൻ്റെ കയ്യിലുണ്ട് ഇല്ലേ. ഒരു 20% എന്ത് ചെയ്യുന്നു, ആര് വാങ്ങിക്കുന്നു, FIAs വാങ്ങിക്കുന്നു വിചാരിച്ചു. FIAs വാങ്ങിക്കുന്നു. കാരണം എന്താ, ഈ കമ്പനിക്ക് ഭാവിയിൽ വളർച്ചാ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് 20% ഞങ്ങളിത് വാങ്ങിക്കുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇതെന്ത് ചെയ്യുന്നു, ഇത് വാങ്ങിച്ച് അവരുടെ കയ്യിൽ വെക്കുന്നു. മൊത്തം എത്രയായി, 50, 20, 70. ഇനി DIAs ഉണ്ട്, അടുത്ത ടീമാണ് DIAs. അവരെന്തുവാ, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് DIAസിനെ പറയുന്നത്. അതായത് നമ്മുടെ ആഭ്യന്തരം, നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഇൻവെസ്റ്റർ, അതായത് മ്യൂച്വൽ ഫണ്ടുകൾ, വലിയ LIC, ഇൻഷുറൻസ് കമ്പനികൾ, അങ്ങനെയുള്ള എൻറ്റിറ്റികളുണ്ട്. അവരെന്ത് ചെയ്യും, അവരും നോക്കുമ്പം കൊള്ളാം. മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് അറിയത്തില്ലേ, മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ LIC അല്ല അതുപോലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, ഈ കമ്പനിയെ പറ്റി പഠിച്ചിട്ട് ഈ കമ്പനി ഭാവിയിൽ വളർച്ചാ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യും, അവരും വാങ്ങിക്കും. അപ്പോൾ അവരൊരു 20% മേടിച്ചെന്ന് വിചാരിച്ചു. അപ്പം FIAs 20 മേടിച്ചു, DIAs 20 മേടിച്ചു, ബാക്കി എത്ര ഉണ്ട്, 10%. ഈ 10%-ൽ പിന്നെ 2 കൂട്ടരുണ്ട്. ഒന്ന് ഗവൺമെൻറ് ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ ഗവൺമെൻറ് ഷെയറുകൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ കമ്പനിയെ സഹായിക്കണം, ഈ കമ്പനിയെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കണം എന്ന് താല്പര്യമുള്ള ചില കേസുകളിനകത്തിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഷെയറുകൾ വാങ്ങിക്കും. ഗവൺമെൻറ്റുകൾ ഷെയറുകൾ വാങ്ങിക്കാറുണ്ട്. 1%, 2%, 3%, 5% ഒക്കെ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഷെയറുകൾ വാങ്ങിച്ചു വെക്കാറുണ്ട്. അവസാനം കിട്ടുന്നവരാണ് റീറ്റെയിലേഴ്സ്, അതായത് നമ്മളെപ്പോലുള്ളവർ എന്ത് ചെയ്യും, ബാക്കി ഷെയറുകൾ മാർക്കറ്റ് വരും, അത് ഉള്ളതൊക്കെ നുള്ളിപ്പെറുക്കി നമ്മൾ അവസാനം കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് വലിയ മീനുകളെയൊക്കെ എന്ത് ചെയ്യും, വലിയ പോർഷൻസൊക്കെ എന്ത് ചെയ്യും, വലിയ ടീംസുകൾ കൊണ്ടുപോകും, FIAസും DIAസും ഒക്കെ കൊണ്ടുപോകും. അവസാനം നമുക്ക് കിട്ടുന്ന പോർഷനാണ് റീറ്റെയിലേഴ്സിൻ്റെ പോർഷൻ. ആ റീറ്റെയിലേഴ്സിൻ്റെ പോർഷൻ അത് അവസാനം വരെ എത്ര ശതമാനം കാണും, 8%, 9%, 10%, 7% ഒക്കെ നമുക്ക് കാണത്തുള്ളൂ. അതായത് ഇപ്പം 50,000 ഷെയർ മാർക്കറ്റിൽ ബാക്കിയാണ്, 50,000 പ്രൊമോട്ടറിൻ്റെ കയ്യിൽ ഇരിക്കുക ഇല്ലേ, ഓണറിൻ്റെ കയ്യിൽ ഇരിക്കുക, ബാക്കി 50,000 ഉള്ളൂ വെളിയിൽ. ആ 50,000 20,000 ആര് കൊണ്ടുപോയി, FIAs കൊണ്ടുപോയി. ബാക്കി 30,000 ഉണ്ട്. ആ 30,000 20,000 ആര് കൊണ്ടുപോയി, DIAs കൊണ്ടുപോയി. ബാക്കി 10% ഉണ്ട്. അതിൽ വേണോ ചിലപ്പം 2%, 3% ഗവൺമെൻറ് കൊണ്ടുവന്ന് വിചാരിച്ചു. ബാക്കി 7% ഉണ്ട്. അതായത് 7,000 ഷെയർ മാത്രമേ മാർക്കറ്റിലുള്ളൂ. അതാണ് ആർക്ക് കിട്ടുന്നത്, നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിന് കിട്ടുന്നത്. ഇങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പിന്നെ ഒരു ഷെയർ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഈ ഷെയറുകൾ വാങ്ങിച്ചു വെക്കുന്നു. നാളെ ഞാൻ ഈ 50 ലക്ഷം കൊണ്ടുവന്നിട്ട്, അപ്പോൾ 50 ലക്ഷം രൂപ എനിക്ക് കിട്ടി ഇല്ലേ, 50 ലക്ഷം ഞാൻ പുറത്ത് കൊടുത്തു. അപ്പോൾ 50 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ഞാൻ ഈ ഇതുകൊണ്ട് വേറെ പുതിയ മിഷനറികൾ മേടിച്ചു, പുതിയ ബിൽഡിങ്ങുകൾ മേടിച്ചു. ഈ മിഷനറി കൊണ്ട് സ്ഥാപിച്ച് പുതിയ ഒരു ചെരുപ്പ് വീണ്ടും പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, കൂട്ടി. എൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി കഴിയുമ്പം എന്ത് സംഭവിക്കുന്നത്, ആ സാധനം അതുപോലെ തന്നെ പുറത്തോട്ട് പോകാൻ തുടങ്ങും. അപ്പോൾ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മതിപ്പ് തോന്നും. അപ്പോൾ ആൾക്കാർ കൂടുതൽ വാങ്ങിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വില കുറച്ച് ചെറുതായിട്ടൊന്ന് കൂട്ടും. 100 രൂപയുടെ ചെരുപ്പാണെങ്കിൽ ഞാൻ 110 രൂപ ആക്കും. അപ്പം പിന്നെ അപ്പോൾ എൻ്റെ സാധനത്തിൻ്റെ പ്രൈസ് കൂടും, എൻ്റെ വാല്യൂ കൂടും. അപ്പോൾ എനിക്ക് എൻ്റെ ലാഭം വിഹിതം കൂടും. അപ്പോൾ ഞാൻ ഒരു ചെരുപ്പ് ഉണ്ടാക്കാൻ ഒരു 60 രൂപ 70 രൂപയാണ് ഞാൻ ചിലവാക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും അതിൻ്റെ ലേബറും സാലറി എല്ലാം കൊടുത്തതിന് ശേഷം, കറണ്ട് ചാർജും എല്ലാം കൊടുത്തതിന് ശേഷം എനിക്ക് ഇതിനകത്തിൽ 30 രൂപ ലാഭം. 100 രൂപയ്ക്ക് വിറ്റ് ചെരുപ്പിന് 70 രൂപയായാലും 30 രൂപയാണ് ലാഭം. ഞാൻ 10 രൂപ കൂട്ടി വിറ്റു, കാരണം ഇതിന് ഡിമാൻഡ് കൂടി ഇല്ലേ, ചെരുപ്പിന് ഡിമാൻഡ് കൂടിയുണ്ട്. ഞാൻ 10 രൂപ കൂട്ടി വിറ്റു, അപ്പോൾ 40 രൂപയായി. അപ്പോൾ അടുത്ത വർഷം എന്ത് ചെയ്യും, ഈ കമ്പനിയുടെ ഈ ലാഭം എന്ത് ചെയ്യും, കൂടും.
ഓക്കെ, പ്രോഫിറ്റ് പാറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും പ്രോഫിറ്റ് ബിഫോർ ടാക്സും ഒക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അടുത്ത വർഷം നമ്മൾ ഇത് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നത്, കമ്പനിയുടെ ലാഭം കൂടും. കമ്പനിയുടെ ലാഭം കൂടുമ്പോൾ കമ്പനിയുടെ ഷെയറിൻ്റെ മൂല്യം കൂടും. അപ്പോൾ ആ ഷെയർ മേടിക്കാൻ വേണ്ടിയുള്ള ആൾക്കാർക്ക് തിക്കിത്തിരക്കാകും. അപ്പോൾ തിക്കിത്തിരക്ക് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഷെയറിൻ്റെ വാല്യൂ പതുക്കെ മേലോട്ട് കൂടും. അങ്ങനെ കമ്പനി വളർന്ന് മേലോട്ട് പോകും. അങ്ങനെ 100 രൂപ മൂല്യമുള്ള ഷെയർ ചിലപ്പോൾ 110 ആകും, 120 ആകും, 130 ആകും, 150 ആകും. ഡിമാൻഡിനനുസരിച്ച് ആ സാധനത്തിൻ്റെ ക്വാളിറ്റി, ഡിമാൻഡ്, ആൾക്കാരുടെ അതിനെപ്പറ്റിയുള്ള ആ ഒരു മതിപ്പ്, ഇതെല്ലാം ചേർത്ത് ഈ കമ്പനിയുടെ ഷെയറിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ കമ്പനി വളർന്ന് അനേക ലാഭങ്ങൾ, കോടികൾ ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറും. ഇതാണ് ഒരു ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് നിൽക്കാം. നിങ്ങൾക്ക് ഏകദേശം കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ജസ്റ്റ് ആദ്യം മുതൽ ഞാൻ ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ലേ, സ്റ്റോക്ക് മാർക്കറ്റിൽ 2 എക്സ്ചേഞ്ചുകളുണ്ട്. ഒന്ന് BSE, ഒന്ന് NSE. എന്തൊക്കെയാണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും മറ്റേത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ലേ. ഇവർ രണ്ടുപേരെയും ആരാണ് നോക്കി നടത്തുന്നത്, സെബി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി. അതാരാണ്, സെബിയുടെ ഫുൾ ഫോം എന്താണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയാണ് അവരെ നോക്കി നടത്തുന്നത്. ഇനി നമ്മൾ വാങ്ങിക്കുന്ന, നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ പ്രവേശിക്കാൻ പറ്റുന്നത്, ഒരു ബ്രോക്കർ വഴി ഇല്ലേ, ഒരു മീഡിയേറ്റർ വഴി മാത്രമേ നമുക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല. അവിടെ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം. പിന്നെ നമുക്ക് എന്ത് വേണം, നമ്മൾ മേടിക്കുന്ന ഷെയറുകൾ സൂക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഈ ഡിമാറ്റ് അക്കൗണ്ടുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത്, 2 എൻറ്റിറ്റികളുണ്ട്. ആരൊക്കെയാണ്, ഒന്ന് CDSLും ഒന്ന് NSDLും ഇല്ലേ. ഈ 2 പേരുമാണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് CDSLൻ്റെ ഫുൾ ഫോം, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ്. ഓക്കെ, CDSL. NSDLോ, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. ഓക്കെ, മനസ്സിലായല്ലോ. 2 എൻറ്റിറ്റികളാണ് ഡെപ്പോസിറ്ററികളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റിൽ ഒരു ഷെയർ എങ്ങനെ വരുന്നു, IPO എങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നു, അതെങ്ങനെ ഷെയർ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ ഈ ഷെയറുകൾ ആരാണ് മാർക്കറ്റിൽ വാങ്ങിക്കുന്നത്, ആരൊക്കെയാണ് വാങ്ങിക്കുന്നത്, 5 എൻറ്റിറ്റികളുണ്ട്. ആരൊക്കെയാണ്, 1 പ്രൊമോട്ടർ, 2 FIAs, 3 DAs, 4 ഗവൺമെൻറ്, 5 നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിത് പഠിച്ചത്. പഠിച്ച കാര്യങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഇത് പഠിച്ചാൽ നിങ്ങളത് എഴുതി വെച്ച് ഒരു ബുക്ക്, 200 പേജിൻ്റെ ബുക്ക് മേടിച്ച് വെക്കുക. എപ്പിസോഡ് 1 മുതൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ അതിന് മറുപടി ഞാൻ എഴുതുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. ഇന്ന് ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പം ഇതിൻ്റെ റെസ്പോൺസ് കണ്ടിട്ട് വേണം നമുക്ക് അടുത്ത ക്ലാസ്സിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ. ഓക്കെ, അപ്പം എല്ലാവർക്കും എന്താ പറയുന്നത്, ശോഭനമായ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റഡി ക്ലാസ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.